പ്രശസ്ത നടി പാർവതി തിരോത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നു. അത് വളരെ മുൻപേ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അവരുടെ മനസ്സിലെ ഒരു സിനിമ ചെയ്യുമ്പോൾ അവർക്കിഷ്ടപ്പെട്ട ചില നടീനടന്മാരുണ്ട്. ആ നടന്മാർ ഇതിലുണ്ടാകുമോ, അത് നടികൾ ഇതിലുണ്ടാകുമോ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ അതിൽ പൃഥ്വിരാജ് ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പാർവതിക്ക് അടുപ്പമുള്ള ഇഷ്ടമുള്ള നായിക നടി അഭിനയിക്കുമോ? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി തിരോത്ത് മുൻപ് പാർവതി എന്ന പേരിലാണ് അഭിനയിച്ചത്. വളരെ മെലിഞ്ഞ പെൺകുട്ടി. ഇപ്പോൾ നമുക്ക് പാർവതി മുൻപ് അഭിനയിച്ച സിനിമയെക്കുറിച്ച് പറയും. ആ കുട്ടിയായിരുന്നോ അത് എന്നൊക്കെ ചോദിക്കും. ആ രീതിയിലായിരുന്നു പാർവതിയുടെ ആദ്യകാല സിനിമകൾ. പക്ഷേ ആ ചെറിയ റോളിലായാലും അഭിനയിക്കുമ്പോൾ ഇത്തിരി ഈ കുട്ടി എപ്പോഴെങ്കിലും മലയാള സിനിമയുടെ ഭാഗമാകും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായി എന്നുള്ളതാണ്. എന്താണ് പാർവതി തിരോത്തിൻ്റെ ഒരു പ്രത്യേകത? അഭിനയിക്കുമ്പോൾ 100% നീതി പുലർത്തും. അത് കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഏത് റോളായാലും അഭിനയിക്കാൻ മടിയുമില്ല. തനിക്ക് തോന്നിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറയും. തൻ്റെ അഭിപ്രായം താനല്ലാതെ വേറെ ആര് പറയും? അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്. ഇവിടെ പാർവതി തിരോത്ത്, അതായത് കുറേ പാർവതിമാരുള്ളത് കൊണ്ട് തിരോത്ത് കൂടി എഴുതി ചേർത്തപ്പോൾ മറ്റൊരു രീതിയിലാണ് വന്നത്. കാരണം അവരഭിനയ ശൈലി പോലും മാറി. അവരഭിനയിച്ച കുറേ സിനിമകൾ വന്നു. അതൊക്കെ ഒരു ഒന്നൊന്നര സിനിമകളായിരുന്നു. ആലോചിക്കണം. ആരോട് ഉപമിക്കും? അങ്ങനെയുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് മറ്റേ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. മുമ്പ് ഇവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, സത്യൻ മാഷുടെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ സിംഹാസനത്തിൽ കയറി ഇരുന്നു എന്ന് ഒരു നടന് ഉള്ളിലൊരാഗ്രഹം, ഞാനാണ് ഇപ്പോൾ സിംഹാസനം ഇരിക്കുന്നത് എന്ന രീതിയിൽ ഒരിക്കൽ ആ നടൻ സംസാരിച്ചു. അതൊരു വലിയ സംവിധായകനോട്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ സത്യൻ മാഷ്ട സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ, അതിൽ ഇരിക്കാൻ അർഹതയുള്ള നടന്മാർ ഇന്നുണ്ടോ എന്നാണ് ചോദ്യം വന്നത്. തീർച്ചയായിട്ടും ആ സിംഹാസനത്തിൽ ഇരിക്കാൻ താങ്കൾ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുമെന്നാണ് സംവിധാനം പറയുമെന്നാണ് ആ നടൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് ആ സിംഹാസനം എന്നും ഒഴിഞ്ഞു കിടക്കുമെന്നുള്ളതാണ്. അതുമാതിരി ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നു, മഞ്ജു വാര്യരെക്കുറിച്ച് പറയാറുണ്ട്. മഞ്ജു വാര്യർ വളരെ ശക്തയായുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. മലയാളത്തിൻ്റെ സൂപ്പർ ലേഡിയാണ് എന്നുള്ളത്. മഞ്ജു വാര്യരെക്കാൾ നല്ല നടി, വലിയ ബഹളങ്ങളില്ലാത്ത ഉർവശിയാണ് എന്ന് പറയുന്നവരുണ്ട്. മീര ജാസ്മിനാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ പറയുന്നുണ്ട്. പാർവതി തിരോത്താണെന്നും പറയുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിൽ ഓരോ നടീനടന്മാരെക്കുറിച്ചും വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ചിലരും ചില കാര്യങ്ങൾ പറയാറുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ എന്താ ശരിയാണ്, ഇവിടെ ഒരു അവകാശവാദവും ഉണ്ടാക്കാത്ത നടി ഊർവശി മാത്രമാണെന്ന്. എത്രയോ സിനിമകൾ, എത്രയോ വെറൈറ്റി കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുപോകുന്ന ആ കഥാപാത്രങ്ങൾ നിഷ്കളങ്കമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. 5-6 പ്രാവശ്യം സംസ്ഥാന അവാർഡ് നേടിയെന്ന് ആലോചിക്കണം, ഇല്ലേ? പിന്നീട് ലാസ്റ്റ് കണ്ടത് ഏറ്റവും നല്ല സഹനടിക്കുള്ള ദേശീയ അവാർഡ് പോലും നേടി. എവിടെ ഇട്ടാലും മനോഹരമെന്ന് പറയാതില്ല അഭിനയിച്ച. ശരിക്കും അവരല്ലേ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഇന്നും ഈ കണക്കുകൾ പറയുമ്പോൾ തന്നെ ഇന്നും നമുക്ക് എഴുതി ചേർക്കാവുന്ന ബെസ്റ്റ് ആക്ട്രസ് എന്ന് എഴുതി ചേർക്കാൻ പറ്റിയ അവരല്ലേ എന്നും പറയുന്നുണ്ട്.
ശരിയായിരിക്കാം. അപ്പം ചോദിക്കും മഞ്ജു വാര്യരോ എന്നുള്ളത്. മഞ്ജു വാര്യർ നല്ല നടിയാണ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അവരുടെ ഓരോ സിനിമകളും എടുത്ത് നമ്മളിങ്ങനെ കീറി മുറിച്ച് നോക്കുമ്പോൾ ഒരേ സ്റ്റൈലല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെയും ചോദിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായങ്ങളാണ്. അതൊക്കെ പോട്ടെ. ഇപ്പോൾ പാർവതിയെക്കുറിച്ച് പറയാൻ കാരണം, പാർവതി ഇങ്ങനെ തിരക്കിലേക്ക് വന്നപ്പോൾ, ചില അഭിപ്രായങ്ങൾ വന്നപ്പോൾ ചിലർക്കത് ഇഷ്ടമായില്ല. ഇവരാര് ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ? അത് മൂർധന്യത്തിലെത്തിയപ്പോഴാണെന്ന് ആലോചിക്കുമ്പോൾ, ഇവിടെ പാർവതി തിരുവോത്തിനെ ഒതുക്കാൻ ശ്രമങ്ങൾ പലരും നടത്തിയപ്പോഴും അവർ മറ്റ് ഭാഷകളിലേക്ക് പോയി എന്ന് ആലോചിക്കണം. ഇനി അഭിനയിക്കാൻ റോള് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിർമ്മിക്കും, സംവിധാനം ചെയ്യും, എഴുതും എന്ന് പറയാനുള്ള കരുത്തും ചങ്കുറ്റവും ആ നടിക്കുണ്ടായി എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇത്ര കാലം വരെ, ഇത്ര എണ്ണം വരെ ഞാൻ സിനിമ ചെയ്യുമെന്നോ ഇത്ര കാലം വരെ അഭിനയിക്കുമെന്നോ ആർക്കും ഒന്നും എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ധ്വനി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ശരിക്കും അത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അവർ പിന്നീട് എന്താ, അവരൊഴിവാക്കാൻ ശ്രമിച്ചവർ പോലും അവരുടെ ഡേറ്റ് വാങ്ങി സിനിമ നിർമ്മിച്ചു. പിന്നൊരു അഭിപ്രായം, പിന്നെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് മമ്മൂട്ടിയുടെ ഒരു സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണെന്ന് ആലോചിക്കണം. എന്തെല്ലാം മഴക്കാറെന്നല്ല പറയാം, എന്തെല്ലാം പുകാറുകളാണ് ഉണ്ടായിട്ടുള്ള ആലോചിക്കണം. ഒരു അഭിപ്രായം ഒരു സിനിമയെക്കുറിച്ച് പറയാൻ പാടില്ലേ? അപ്പോൾ പിന്നെ ഗുരുതരമായ എന്തെങ്കിലും ആക്ഷേപങ്ങൾ പറഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ മാറി. ഇതൊരു പാർവതിയുടെ കാര്യത്തിൽ മാത്രമല്ല. നിങ്ങളിപ്പോഴും നോക്കൂ, ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സിനിമയെക്കുറിച്ച്, മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് മിണ്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ വസ്ത്രം ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ആരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുക. അങ്ങനെ ഒരു കൂട്ടം ഗിന്നി, വേറെ വാക്ക് ഉപയോഗിക്കില്ല, വളർത്തിക്കൊണ്ടിരിക്കും കുറേ പേരെ. ഇവർ തന്നെ കുറേ പേരെ വളർത്തിക്കൊണ്ടിരിക്കും. തങ്ങളെക്കുറിച്ച് എന്തിനു പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറേ മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റുമോ, ആ ക്രൂര ജന്മങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുക എന്നാലേക്കാം. അവർക്കിടയിലേക്കാണ് പുതിയ ദൗത്യവുമായി പാർവതി തിരുവോത്ത് വന്നിരിക്കുന്നത്. പാർവതിയുടെ പഴയ പോലെയുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ പാർവതിക്ക് കുറേ സിനിമകൾ കുറവാണ്. ആ സിനിമകൾ കുറയാൻ കാരണം എന്ന് പറയും ഇവിടെ നടി പീഡനവുമായി ബന്ധപ്പെട്ട് നടിയുടെ പക്ഷം ചേർന്നതുകൊണ്ടാണെന്ന് ആലോചിക്കണം. നടിയുടെ പക്ഷം ചേർന്നപ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ പലരും തയ്യാറായി, അവർക്ക് സിനിമ ഇല്ലാതാക്കാനും തയ്യാറായി. പക്ഷേ അവർ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതേ സ്ഥാനത്ത് ഇതിന് മുന്നിൽ നിന്ന മഞ്ജു വാര്യർ അടക്കമുള്ളവർ എന്തെങ്കിലും പോറലേൽക്കുമെന്ന് തോന്നിയപ്പോൾ പിൻവാങ്ങി സിനിമയുടെ ഭാഗമായി. അവർക്ക് എണ്ണത്തിലൊരു കുറവുണ്ടായില്ല, സമ്പത്തിനും ഒരു കുറവുണ്ടായില്ല എന്നായിരിക്കണം. അവിടെ WCC എന്നുള്ള സംഘടനയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നവരിൽ കുറച്ച് പേരുണ്ട്. അവരിൽ ഒരാളാണ്, ഒരു മഹതിയാണ് പാർവതി തിരുവോത്ത് എന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർ മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ പറയുന്നു, എനിക്ക് പടങ്ങൾ കുറവാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എഴുതാനറിയാം, ഞാൻ എഴുതുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സിനിമ, പാർവതി തിരുവോത്തിൻ്റെ സങ്കല്പത്തിലുള്ളൊരു സിനിമ എഴുതി സംവിധാനം ചെയ്യാൻ തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വടക്ക് ഭാഗത്തുള്ള കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ഒരു പാർട്ടിയാണ് അതിൻ്റെ നിർമ്മാണവും നിർവഹിക്കാൻ പോകുന്നു എന്നാണ് ഒരു വളരെ രഹസ്യമായൊരു പരസ്യം. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും നായകൻ? കാരണം പാർവതിക്ക് ഇഷ്ടമുള്ള, പാർവതി ഇഷ്ടപ്പെടുന്ന, പാർവതി സഹകരിക്കുന്ന, പാർവതിയോടൊപ്പം നായകന്മാരായിട്ട് അഭിനയിച്ച പല നടന്മാരും കൂടിയുണ്ട്. അവരൊക്കെ ഇന്ന് മലയാളത്തിലെ ഏകദേശം സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് പലരും ആലോചിക്കണം. അവരിൽ ആരായിരിക്കും നായകൻ? ഒരു പേര് പുറത്തു വന്നു കഴിഞ്ഞ് പൃഥ്വിരാജ് എന്തായാലും ഉണ്ടാകും എന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ നായികമാരിൽ ഒരു നായിക അല്ല കേട്ടോ, നായികമാരിൽ ഒരു നായിക, ഇഷ്ടപ്പെട്ട അടുത്ത നായിക ആരായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ചില പേരുകൾ പറഞ്ഞത് അങ്ങനെയെങ്കിലും മഞ്ജു വാര്യർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. WCCയുടെ കാലത്ത് അവരെ ഈ നടിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പടപൊരുതിയവരാണ്. മഞ്ജു വാര്യർ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വേറെയും ചിലപ്പോൾ ഭാവനയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു സംശയം, മഞ്ജു വാര്യർ പാർവതി തിരുവോത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്നൊരു സംശയം പലരും ചോദിച്ചു പോകുന്നു. കാരണം രണ്ടുപേരും ഇപ്പോൾ രണ്ട് വഴിക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് അങ്ങനെയുണ്ടോ? സിനിമയുടെ സക്സസ് അല്ലേ ആവശ്യം, വ്യക്തിപരായി നോക്കാനുള്ളതല്ല. സിനിമയ്ക്ക് ആപ്റ്റായ, സിനിമയ്ക്ക് പറ്റിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നല്ല നടിയുണ്ടെങ്കിൽ അവരെ വിളിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്.
അത് സിനിമയുടെ വിജയത്തിലാണ്. ആ സിനിമ വിജയിക്കുമ്പോൾ അവിടെ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് സ്ഥാനമില്ല. എന്തായാലും ഈ വർഷം തന്നെ പാർവതി തിരുവോത്തിൻ്റെ മനോഹരമായ സിനിമ കാണാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ.